2025 കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. കേരള ടോഡി ബോർഡ് ഏത് സർവകലാശാലയുമായി ചേർന്നാണ് ഒരു മാസത്തെ ടോഡി ടെക്നീഷ്യൻ കോഴ്സ് ആരംഭിച്ചത്? കേരള കാർഷിക സർവകലാശാല. കേരള ടോഡി ബോർഡ് ഏത് സർവകലാശാലയുമായി ചേർന്നാണ് ഒരു മാസത്തെ ടോഡി ടെക്നീഷ്യൻ കോഴ്സ് ആരംഭിച്ചത്? കേരള കാർഷിക സർവകലാശാല. അടുത്തിടെ ഏത് രാജ്യത്തിലെ ഭീകര കേന്ദ്രങ്ങളെയാണ് US ആക്രമണം നടത്തിയത്? നൈജീരിയ. അടുത്തിടെ ഏത് രാജ്യത്തിലെ ഭീകര കേന്ദ്രങ്ങളെയാണ് US ആക്രമണം നടത്തിയത്? നൈജീരിയ. ഏത് രാജ്യത്തെ മാമ്പഴമാണ് ഹാക്കുകിൻ നോ തയ്യോ എന്ന ബ്രാൻഡ് നാമത്തിൽ അറിയപ്പെടുന്നത്? ജപ്പാൻ. ജപ്പാനിലെ മാമ്പഴമാണ് ഹാക്കുകിൻ നോ തയ്യോ. എന്താണ്? ഹാക്കുകിൻ നോ തയ്യോ എന്ന ബ്രാൻഡ് നാമത്തിൽ അറിയപ്പെടുന്നത് ജപ്പാനിലെ മാമ്പഴമാണ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയാണ് ദിയ ബിനു പുളിക്കക്കണ്ടം. പാലാ നഗരസഭയാണ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയാണ് ദിയ ബിനു പുളിക്കക്കണ്ടം. പാലാ നഗരസഭ. ആരാണ്? ദിയ ബിനു. രാജ്യാന്തര വനിതാ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗറാണ്. ഹർമൻ പ്രീത് കൗർ. രാജ്യാന്തര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയ ക്യാപ്റ്റൻ ആരാണ്? ഹർമൻ പ്രീത് കൗർ. ഹർമൻ പ്രീത് കൗർ. രാജ്യാന്തര വനിതാ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയ ക്യാപ്റ്റനാണ് ഹർമൻ പ്രീത് കൗർ. അഴിമതിയും അധികാര ദുർവിനിയോഗവും ഉൾപ്പെട്ട കേസുകളിൽ 15 വർഷം തടവ് ലഭിച്ച മലേഷ്യൻ മുൻ പ്രധാനമന്ത്രി നജീബ് റസാഖ്. നജീബ് റസാഖ്. അഴിമതിയും അധികാര ദുർവിനിയോഗവും ഉൾപ്പെട്ട കേസുകളിൽ 15 വർഷം തടവ് ലഭിച്ച മലേഷ്യൻ മുൻ പ്രധാനമന്ത്രിയാണ് നജീബ് റസാഖ്. ആരാണ്? നജീബ് റസാഖ്. നജീബ് റസാഖ് ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? മലേഷ്യയിലെയാണ്. 5 മുതൽ 18 വയസ്സ് വരെയുള്ള പ്രത്യേക നേട്ടങ്ങൾക്ക് രാജ്യം നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം ലഭിച്ചവർ: വൈഭവ് സൂര്യവംശി, ദിനിധി ദേശിംഗു, ലക്ഷ്മി പ്രജ്ഞിക. വൈഭവ് സൂര്യവംശി, ദിനിധി ദേശിംഗു, ലക്ഷ്മി പ്രജ്ഞിക. 5 മുതൽ 18 വയസ്സ് വരെയുള്ള പ്രത്യേക നേട്ടങ്ങൾക്ക് രാജ്യം നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം. 5 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രത്യേക നേട്ടങ്ങൾക്ക് രാജ്യം നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് രാഷ്ട്രീയ ബാൽ പുരസ്കാരം. അത് ലഭിച്ചത് വൈഭവ് സൂര്യവംശി, ദിനിധി ദേശിംഗു, ലക്ഷ്മി പ്രജ്ഞിക. നജീബ് റസാഖ് എന്താണ്? നജീബ് റസാഖ് ആരായിരുന്നു? അഴിമതിയും അധികാര ദുർവിനിയോഗവും ഉൾപ്പെട്ട കേസുകളിൽ 15 വർഷം തടവ് ലഭിച്ച മലേഷ്യൻ മുൻ പ്രധാനമന്ത്രിയാണ് നജീബ് റസാഖ്. 2026 ജനുവരി 1 മുതൽ കിംബർലി പ്രോസസ് എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയാണ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നത്. 2026 ജനുവരി 1 മുതൽ കിംബർലി പ്രോസസ് എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ബ്രിക്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പ്രതിരോധ മരുന്നുകൾ സംബന്ധിച്ച രാജ്യാന്തര ഉച്ചകോടി 2026 വേദി കുമരകം. ബ്രിക്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പ്രതിരോധ മരുന്നുകൾ സംബന്ധിച്ച രാജ്യാന്തര ഉച്ചകോടി 2026 വേദി കുമരകമാണ്. കുമരകം. കിംബർലി പ്രോസസ് എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം 2026 ജനുവരി 1 മുതൽ ഏറ്റെടുക്കുന്നത് ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ടണൽ തുറന്നത് എവിടെയാണ്? ചൈനയിലാണ് എക്സ്പ്രസ് വേ ടണൽ തുറന്നത്. എവിടെയാണ്? ചൈനയിൽ. ലോകത്തെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ടണൽ തുറന്നത് എവിടെ? ചൈന. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത പാലസ്തീൻ സംവിധായകനാണ് മുഹമ്മദ് ബക്രി. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത പാലസ്തീൻ സംവിധായകൻ മുഹമ്മദ് ബക്രി. മുഹമ്മദ് ബക്രി ആരാണ്? 2025 ഡിസംബറിൽ അന്തരിച്ച പാലസ്തീൻ സംവിധായകനാണ് മുഹമ്മദ് ബക്രി. 2025 ഡിസംബറിൽ അന്തരിച്ച ത്രിപുര നിയമസഭാ സ്പീക്കർ ബിശ്വബന്ധു സെൻ.
വിശ്വബന്ധു സെൻ. വിശ്വബന്ധു സെൻ ആരാണ്? നിയമസഭാ സ്പീക്കർ. എവിടത്തെയാണ്? ത്രിപുര നിയമസഭാ സ്പീക്കറാണ് വിശ്വബന്ധു സെൻ. 2025 ഡിസംബറിൽ അന്തരിച്ച വിശ്വബന്ധു സെൻ ത്രിപുര നിയമസഭാ സ്പീക്കറാണ്. വിശ്വബന്ധു സെൻ. ത്രിപുര നിയമസഭാ സ്പീക്കറാണ്. 2025 അന്തരിക്കുന്നത്. ഈ കറണ്ട് അഫെയർസ് ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ ഇന്ന് പഠിക്കാനായിട്ട് തന്നിട്ടുള്ള കറണ്ട് അഫെയർസാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാം നമുക്ക് വേണമെങ്കിൽ ടെലഗ്രാം ചാനലിൽ പോയിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് താല്പര്യമുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ശേഷം എക്സാം എഴുതി നോക്കാവുന്നതാണ്. അതേപോലെ PDF-ഉം നോട്ട്സും എല്ലാം നമുക്ക് ടെലഗ്രാം ചാനലിൽ നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.